ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കാലത്ത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കറിയാണ് കേട്ടോ, പരിപ്പ് കുത്തി കാച്ചിയത്. അപ്പോൾ പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്, തക്കാളി റെഡിയാണ്, ഉപ്പും മഞ്ഞൾപ്പൊടിയും. അപ്പോൾ നമ്മളിത് പരിപ്പിടുന്നു. പരിപ്പിട്ട ശേഷം തക്കാളി ഇടുക, ഉപ്പിടുന്നു, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടുന്നു. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വയ്ക്കുന്നു. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ പരിപ്പും തക്കാളി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ചാറ് കുറച്ച് കൂട്ടിയിട്ടും വെക്കാം, അതുപോലെ കുറച്ചിട്ടായാലും വെക്കാം. അപ്പം നമ്മളിപ്പോൾ ഉള്ളി കുത്തിക്കാച്ചിയത് ഇട്ടിട്ടില്ല. ഇത് പരിപ്പും തക്കാളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി വേവിച്ചതാട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഇനി പരിപ്പ് കുത്തിക്കാച്ചാൻ വേണ്ടി നമുക്ക് ഈ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വന്നപ്പോൾ വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേപ്പില ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് അതിൽ കിടന്നിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ടത് ചതമുളകാണ്. ഉണക്കമുളക് പൊടിച്ചതില്ലേ, പലയിടത്തും പല പേരാ പറയാറുണ്ട്. നമ്മളത് ചതമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. നമുക്കിനി ഇത് പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിലേക്ക് മാത്രമല്ല കേട്ടോ, ചപ്പാത്തിക്കൊക്കെ എടുക്കാം. നല്ല കറിയാണേ. നമുക്ക് ചാറ് കുറച്ചിട്ടും വയ്ക്കാം, കൂട്ടിയിട്ടായാലും വയ്ക്കാം. അപ്പോൾ ഇതാണ് പരിപ്പ് കുത്തിക്കാച്ചിയത്.